എന്തുകൊണ്ട് നിൻ്റെ യാത്രയ്ക്ക് ലക്ഷദ്വീപ് തിരഞ്ഞെടുത്തു എന്നുള്ളതിന് ഒരു ഉത്തരം മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ സ്ക്യൂബ ഡൈവിംഗ് എന്നുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ആ ഉത്തരം. ഒരുപാട് കാലമായി എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന അല്ലെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കൊണ്ടുനടന്ന ആ ആഗ്രഹം സാധിച്ചതിൻ്റെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ സാധിച്ചതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ ലക്ഷദ്വീപ് ട്രാവൽ സീരീസിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ലക്ഷദ്വീപ് ട്രാവൽ സീരീസിൻ്റെ പാർട്ട് 3യിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിലെ നമ്മുടെ 3ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മുടെ ആകെയുള്ള പ്രോഗ്രാം സ്ക്യൂബ ഡൈവിംഗ് മാത്രമാണ്. രാവിലെ 10 മണിയോടെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കാണിച്ച കയാക്കിംഗ് ഒക്കെ ചെയ്ത് അൻദാൻ ബീച്ചിലെ അമ്മാത്തി സ്ക്യൂബ ഡൈവിംഗ് സെൻറ്ററിലേക്ക് എത്താനാണ് നമ്മുടെ ഗൈഡ് റുഫ്സൽക്ക പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്തിയാൽ ആദ്യം തന്നെ ഇവരുടെ ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. ഇതിൽ സ്ക്യൂബ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യരുത് എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഒരു വിശദമായിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, അത് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് അതിനെ മറികടക്കാം എന്നുള്ളതൊക്കെ അവരുടെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന അവരുടെ ബ്രീഫിംഗ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വെള്ളത്തിനടിയിൽ പോയാൽ പിന്നെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ സൈൻ ലാംഗ്വേജിലായിരിക്കും. ഈ സൈൻ ലാംഗ്വേജാണ് കാര്യമായിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യം. ഈ ക്ലാസ്സിന് ശേഷം നമ്മളൊരു കൺസെൻറ്റ് അവർക്ക് സൈൻ ചെയ്ത് നൽകേണ്ടതുണ്ട്. ഇതിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം ഓക്കെ ആണെന്ന് അവർക്ക് വിവരിച്ച് നൽകണം. അതുപോലെ തന്നെ സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന റിസ്ക് ഫാക്ടർ കംപ്ലീറ്റ് അവർ ആ ഒരു പേപ്പറിൽ വിശദീകരിച്ചിട്ടുണ്ടാകും. നമ്മളിതിനെല്ലാം സ്വയമേവ ഓക്കെയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത് നൽകേണ്ടതുണ്ട്. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാനായി പോകേണ്ടത്. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ബോട്ടിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കരയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ കടലിനുള്ളിലേക്ക് പോയാലാണ് നമ്മൾ സ്ക്യൂബ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡൈവിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരുക. ഡൈവിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നാൽ പിന്നെ ബോട്ട് അവിടെ തന്നെ നിൽക്കുന്നതിനായി അവരൊരു ആങ്കർ കടലിലേക്ക് ഇടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ ഡൈവ് മാസ്റ്റേഴ്സ് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരുത്തരായി അവരുടെ കൂടെ ഡൈവ് ചെയ്യേണ്ടതാണ്. ഞങ്ങളിൽ ആദ്യം ഡൈവ് ചെയ്തത് അമ്പിളിയാണ്. അമ്മാത്തി സ്ക്യൂബയുടെ ഡൈവ് മാസ്റ്റർ ആയിട്ടുള്ള അബൂക്കയാണ് അവളുടെ ഇൻസ്ട്രക്ടർ. അവൾ ഡൈവ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷമാണ് എൻ്റെ ഊഴം വന്നത്. സംഭവം ഒരിത്തിരി ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഇൻസ്ട്രക്ടറായിട്ടുള്ള ഡൈവ് മാസ്റ്റർ സബുബ്രോ അദ്ദേഹത്തിൻ്റെ സംസാരം കൊണ്ടും പിന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യസമയത്തൊക്കെ തന്നും എന്നെ പൂർണ്ണമായിട്ടും ടെൻഷൻ ഫ്രീ ആക്കി. ഡൈവ് ചെയ്ത് താഴേക്ക് പോയി തുടങ്ങിയ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒരിത്തിരി പരവേശം കാണിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടാണ് ലക്ഷദ്വീപിലെ കടലിനിടയിലെ എന്താ പറയുക ആ മായിക ലോകം ഞാൻ ആസ്വദിച്ചു തുടങ്ങിയത്. ഏകദേശം 5-6 മീറ്റർ ആഴത്തിലേക്ക് പോകുന്ന മിഡ് റേഞ്ചിലുള്ള സ്ക്യൂബ ഡൈവിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. താഴെ എത്തിയപ്പോൾ തന്നെ അമ്പിളിയെ കണ്ടു. അതുപോലെ കപ്പിൾസായിട്ട് സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തു തരാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ഒരുക്കി തരുന്നതാണ്.
ഇവരുടെ തന്നെ ഒരു ടീം മെമ്പർ ഇതിനു വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും. അതും ഇവരുടെ ചാർജിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. വൈഫിനൊപ്പമുള്ള ഷൂട്ടിന് ശേഷം ഞാൻ വീണ്ടും കാഴ്ചകളിലേക്ക് മടങ്ങി. കുന്നുപോലെയുള്ള ഈ പവിഴപ്പുറ്റുകളും അതിനിടയിലൂടെ ഓടി നടക്കുന്ന വിവിധ വർണ്ണ മത്സ്യങ്ങളും കടൽ ജീവികളും വല്ലാത്തൊരു ലോകം തന്നെയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ദേഹത്ത് വരയുള്ള ഈ മത്സ്യത്തിന് ഇവരിവിടെ പറയുന്ന പേര് കണ്ണമ്മെട്ടി എന്നാണ്. ഇതിൻ്റെ കറക്റ്റ് നെയിം വന്ന് ഹംനോസ് ബിഗൈബ്രീം എന്നാണ്. ഒരുപക്ഷെ ഇതിൻ്റെ കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഒക്കെ ആകൃതി കൊണ്ടൊക്കെ ആവാം ഇങ്ങനെ ഒരു പേര് വന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണാൻ അസാധ്യ ഭംഗിയുള്ള ഈ കുഞ്ഞു മീനില്ലേ, ഇവൻ്റെ പേരാണ് ക്ലൗൺ ഫിഷ്. ഫൈൻഡിങ് നീമോ എന്ന് പറയുന്ന കാർട്ടൂൺ മൂവി കണ്ട എല്ലാ കൂട്ടുകാർക്കും ഇവൻ സുപരിചിതനായിരിക്കും. ഇവനെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം. അതുപോലെ തന്നെ ഫൈൻഡിങ് നീമോ സിനിമയിലെ മറ്റൊരു കഥാപാത്രമാണ് ഇവൻ. മലയാളത്തിൽ നെയ്ത്തലമീൻ എന്നറിയപ്പെടുന്ന ഇവൻ്റെ ശരിക്കുള്ള പേര് പൗഡർ ബ്ലൂ ടാങ് എന്നാണ്. കൂടാതെ ഇവനെ പൗഡർ ബ്ലൂ സർജൻ ഫിഷ് എന്നും അറിയപ്പെടുന്നുണ്ട്. വെള്ളത്തിനടിയിലെ ഈ പുല്ലൊക്കെ പോലെ ഇങ്ങനെ ആടി ഉലഞ്ഞ് കളിക്കുന്ന ഇത് ഒരു സസ്യമോ ആൽഗയോ അല്ല, ഇവനാണ് സീ അനിമോൺ. സത്യം പറഞ്ഞാൽ ഇതൊരു ഇരപിടിയൻ ജീവിയാണ്. ശരീരം നിറയെ ഇതളുകൾ പോലെയുള്ള ടെൻറ്റക്കിൾസുകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ ടെൻറ്റക്കിൾസുകളിൽ കുഞ്ഞൻ നീഡിലുകൾ പോലെയുള്ള ഭാഗങ്ങളും അതിൽ നിറഞ്ഞിരിക്കുന്ന നേരിയ വിഷാംശവും. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ക്ലൗൺ ഫിഷുമായിട്ട് ഇവനൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, അതായത് ഒരു സഹോപകാരിക ബന്ധമുണ്ട്. സീ അനിമോണിൻ്റെ എതളുകളിലുള്ള വിഷാംശം കാരണം മറ്റു ജീവികളെല്ലാം ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയക്കുന്ന നേരം ക്ലൗൺ ഫിഷിൻ്റെ സ്കിന്നിലെ പ്രത്യേക ആവരണം അവനെ മാത്രം ഇതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിനാൽ ക്ലൗൺ ഫിഷ് സീ അനിമോണിനെ ഒരു കവചമായിട്ട് ഉപയോഗിക്കുകയും തിരിച്ച് ക്ലൗൺ ഫിഷ് അതിനായിട്ട് സീ അനിമോണിന് ഭക്ഷണാവശിഷ്ടങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ റിലേഷൻഷിപ്പ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഈ പൊങ്ങി വരുന്ന ഇവൻ്റെ പേരാണ് ചെക്കർബോർഡ് വ്രാസ്. ഇവരിവിടെ ഇതിനെ ഞോള എന്നാണ് വിളിക്കുന്നത്. ഉഷ്ണമേഖലാ സമുദ്രത്തിൽ കാണാൻ ഭംഗിയുള്ള മറ്റൊരു ഫിഷാണിത്. ഇനി ഇവനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവനാണ് പാരറ്റ് ഫിഷ്. ഒരുപക്ഷെ ഇവൻ്റെ ചുണ്ടുകളുടെ രൂപം കൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നതെങ്കിലും ഇവൻ്റെ പ്രത്യേകത അതല്ല. ഈ ലക്ഷദ്വീപിലെ കടലിനടിയിലെ വെള്ള മണൽത്തരികൾ ഇവൻ്റെ സംഭാവനയാണ്. എങ്ങനെയാണെന്നല്ലേ, ആൽഗകൾക്കൊപ്പം കോറൽസും ഇവ ഭക്ഷിച്ച് അതിൽ നിന്നും ഇവ പുറന്തള്ളുന്ന ഇവരുടെ വേസ്റ്റാണ് സത്യം പറഞ്ഞ ഈ വെള്ള മണൽത്തരികൾ. ഒരു വർഷം കൊണ്ട് ഒരു മത്സ്യത്തിന് 100 കണക്കിന് കിലോഗ്രാം വെള്ള മണൽത്തരികൾ ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കടലിൻ്റെ അടിയിലുള്ളതല്ലേ. ഇപ്പോൾ എൻ്റെ ഇൻസ്ട്രക്ടർ സബുബ്രോ കൈ ഞൊടിച്ചപ്പോൾ വായടഞ്ഞു പോയിട്ടുള്ള ഇവൻ്റെ പേരാണ് ജൈൻ ക്ലാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കക്ക തന്നെയാണ്, പക്ഷേ വലിയ കക്ക. ഇവയ്ക്ക് ഇങ്ങനെയൊരു മൂവ്മെൻ്റ് ഒക്കെ ഉള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കടലിനടിയിലെ സ്വർഗത്തിലൂടെയുള്ള എൻ്റെ ഇൻസ്ട്രക്ടറൊത്തുള്ള യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ അടുത്ത് കാണുന്ന മറ്റൊരു കോറൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അടുത്തതായി ഞാൻ കണ്ട ഈ ഫിഷിൻ്റെ പേരാണ് ട്രിഗർ ഫിഷ്. പല വർണ്ണങ്ങളിൽ ഇവയെ ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലെ കോറൽ റീഫ്സിനുള്ളിൽ ഇവയെ കാണാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ചെറിയ ആക്രമണ സ്വഭാവം കാണിക്കുന്ന ഇവൻ പല ഡൈവേഴ്സിൻ്റെയും ഒരു പേടി സ്വപ്നം കൂടിയാണെന്ന് പലയിടങ്ങളിലും വായിച്ചു കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു നക്ഷത്ര മത്സ്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാലാണ്. ഇവന് ശരിക്കുള്ള പേരാണ് ഇന്ത്യൻ കുഷ്യൻ സീ സ്റ്റാർ. ഇവനെ പൊക്കിയെടുത്താൽ താഴ്ഭാഗത്ത് സ്റ്റാർ ആകൃതി കാണാം. പക്ഷേ ഡൈവിംഗ് സമയത്ത് ഒരു ജീവിയെ പോലും തൊടാൻ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് അനുവദിക്കില്ല. അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ ഓവൽ ഷേപ്പിലുള്ള ഈ ഫിഷില്ലേ, ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ ഫിഷ് എന്നാണ്. ഇവരിവിടെ ഇതിനെ ഫക്കി കതിയ എന്ന് വിളിക്കും. പക്ഷെ അതല്ല രസം, ആളൊരു VIP ആണ്. ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ലക്ഷദ്വീപിൻ്റെ ഒഫീഷ്യൽ ഫിഷ്, ലക്ഷദ്വീപിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് ഈ ഫക്കി കതിയ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഫിഷ്. അതിനെയും ഈ യാത്രയിൽ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പൗഡർ ബ്ലൂ ടാങ് ഫിഷിൻ്റെ ഈ ജോഡിയായിട്ടുള്ള യാത്ര കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ.
അങ്ങനെ നമ്മുടെ ഡൈവിങ് അവസാന മിനിറ്റുകളിലേക്ക് കടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു 30 മിനിറ്റാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതിമനോഹരമാക്കി തന്ന അമ്മാത്തി സ്ക്യൂബ ലക്ഷദ്വീപിന് പ്രത്യേകമായി നന്ദി പറയാണ്. നിങ്ങൾ ലക്ഷദ്വീപിൽ സ്ക്യൂബ ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് ഇവർ. ഞാൻ ഹൈലി അവരെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ഇൻസ്ട്രക്ടർ ഡൈവ് മാസ്റ്റർ ആയിട്ടുള്ള സാബു ബ്രോ ആണ്. ഡൈവിങ്ങിന് വേണ്ട നിർദ്ദേശങ്ങളും ധൈര്യമൊക്കെ കൂടെ നിന്നു എന്ന് മാത്രമല്ല, ആഫ്റ്റർ ഡൈവിങ് എനിക്ക് വന്ന പല സംശയങ്ങളും നിങ്ങളിപ്പോൾ ഈ മീനുകളെക്കുറിച്ചൊക്കെ കേട്ട വിവരങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് സാബു ബ്രോയാണ്. ഞാൻ എന്തായാലും ഇവരുടെ ടീമിൻ്റെ ഒരു കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ലക്ഷദ്വീപിലെ സ്ക്യൂബ ഡൈവിങ് ബക്കറ്റ് ലിസ്റ്റിലുള്ളവരുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന നമ്പർ 1 ടീമാണ് ഇവർ എന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. ലക്ഷദ്വീപിലെ ഈ യാത്ര എന്നും ഓർമ്മിക്കത്തക്ക വിധം മനോഹരമാക്കി തന്ന എൻ്റെ ട്രാവൽ പാർട്ട്ണർ അസ്ലം മാർസി ഹോളിഡേയ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗൈഡ് റുഫ്സൽക്ക, അതുപോലെ ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെ ചേർത്ത് നിർത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്ത് മുഹ്സീനിയുടെ ഫാമിലി, യാത്രയിലെ ഞങ്ങളുടെ സഹയാത്രികരായിട്ടുള്ള ഫർഷാദ് ജംന ഫാമിലി, മഞ്ചേരിയിൽ നിന്ന് വന്ന ഉമ്മമാർ, കൂടെ ഹാരിസ്, റിയാസ്, ഫായിസ് ബ്രോ, കടലിനടിയിലെ സ്വർഗം കാണിച്ചു തന്ന അമ്മാത്തി സ്ക്യൂബ ലക്ഷദ്വീപ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പിടി ഓർമ്മകളുമായി വീണ്ടും വരണമെന്ന ആഗ്രഹവുമായി ഞങ്ങൾ തിരിച്ചു പറക്കുകയാണ്. വീഡിയോകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന, നിർദ്ദേശങ്ങൾ നൽകുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട്, ആദ്യമായി കാണുന്നവരോട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ശിവാസ് വ്ളോഗ്സിൻ്റെ ലക്ഷദ്വീപ് ട്രാവൽ സീരീസ് ഫൈനൽ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദിസ് ഈസ് ശിവ സൈനിങ് ഓഫ്.